ഇനി 10ാമത്തെ അധ്യായം. ഈ അധ്യായം മുതൽ ശ്ലോകം ചൊല്ലുന്നത് ഒഴിവാക്കുകയാണ്. പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ചൊല്ലും, അല്ലാത്ത ശ്ലോകങ്ങൾ ഒഴിവാക്കുകയാണ്. കാരണം ശ്ലോകം ചൊല്ലി പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഇവിടെ ഈ കഥകളിലൂടെ വ്യാസഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചതിനെ മനസ്സിലാക്കി ജീവിതത്തിൽ അതിനെ പ്രായോഗികമാക്കുന്നതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ആലോചന എന്നുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതൊന്നും ഇനി ചൊല്ലില്ല. അതിൻ്റെ അർത്ഥം മാത്രം വായിച്ച് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കടക്കാനാണ് നമ്മൾ ശ്രമിക്കുക. 10ാമത്തെ അധ്യായം അഥ 10മോധ്യായ. ശിവവരദാനം. ശിവൻ വ്യാസഭഗവാന് വരം കൊടുക്കുന്നതാണ് ഇനിയുള്ള ഭാഗം. ഋഷികൾ തുടർന്ന് സൂതനോട് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, ഹേ സൂത, അങ്ങ് നേരത്തെ പറഞ്ഞുവല്ലോ, അമിത തേജസ്സായ വ്യാസൻ പുരാണങ്ങളെല്ലാം രചിച്ചതിന് ശേഷം അവ ഓരോന്നും ശുകനെ വേണ്ടവണ്ണം പഠിപ്പിച്ചു എന്ന്. തപോനിഷ്ഠനായിരുന്ന വ്യാസന് എങ്ങനെ പുത്രനായ ശുകൻ ജനിച്ചു? ആ വ്യാസനിൽ നിന്ന് അങ്ങ് അറിഞ്ഞ പ്രകാരം അത് വിസ്തരിച്ചു പറയൂ. കുറച്ച് അധ്യായങ്ങൾക്ക് മുമ്പ് സൂതൻ പറഞ്ഞു, ഈ പുരാണങ്ങളെല്ലാം വ്യാസഭഗവാൻ രചിച്ചതാണ്. രചിച്ചതിന് ശേഷം തൻ്റെ മകനായ ശ്രീശുകനെ പഠിപ്പിച്ചു. പക്ഷെ വ്യാസഭഗവാൻ വിവാഹം കഴിച്ചതായിട്ട് എവിടെയും പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന് പുത്രനുണ്ടായി എന്നും പറഞ്ഞു. അതെങ്ങനെയാണ്? ആർക്കായാലും ഈ അത്ഭുതമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ്? അത് ആ കഥ അങ്ങൊന്ന് വിസ്തരിച്ചു പറയൂ. സൂത ഉവാച. സൂതൻ പറഞ്ഞു, സത്യവതീസുതനായ വ്യാസനിൽ നിന്ന് യോഗികളിൽ മുഖ്യനും മുനിയുമായ സാക്ഷാൽ ശുകൻ ജനിച്ചത് എങ്ങനെ എന്ന കഥ ഞാൻ പറയാം. സത്യവതീസുതനായ വ്യാസനിൽ നിന്ന് ശ്രീശുകൻ ജനിച്ച കഥ വിസ്തരിച്ച് ഞാൻ പറയാം. സത്യവതീപുത്രനായ ആ വ്യാസൻ പുത്രനെ നേടണം എന്ന ദൃഢനിശ്ചയത്തോടെ അതിരമ്യമായ മഹാമേരു ശിഖരത്തിൽ അത്യുഗ്രമായ തപസ് ചെയ്തു. സാധാരണഗതിയിൽ അവിവാഹിതനായ ഒരാൾക്ക് പുത്രനുണ്ടാകണമെന്ന ആഗ്രഹം ജനിച്ചാൽ പറ്റിയ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് പതിവ്. അതാണ് നാട്ടിൽ നടപ്പ്. സന്തതികളുണ്ടാകണമെങ്കിൽ വിവാഹം കഴിക്കണം. അതിനാണ് ഗാർഹസ്ഥ്യം പറഞ്ഞിട്ടുള്ളത്. ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. വംശവർധന ഉണ്ടാകും, വംശത്തെ നിലനിർത്തും ഗൃഹസ്ഥാശ്രമം. ഇവിടെ വ്യാസഭഗവാന് മക്കളുണ്ടാകണം, മകനുണ്ടാകണം എന്ന ആഗ്രഹമുണ്ടാവുകയാണ്. ആ ആഗ്രഹമുണ്ടായ ഉടനെ അദ്ദേഹം ഒരു പരസ്യം കൊടുക്കുകയല്ല, പറ്റിയ ഒരു വധുവിനെ വേണം എന്ന് പരസ്യം കൊടുക്കുകയല്ല ചെയ്തത്. മറിച്ച് മഹാമേരു ശിഖരത്തിൽ ചെന്ന് അത്യുഗ്രമായ തപസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിലൂടെ വ്യാസഭഗവാൻ തന്നെ നമ്മളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, ഏതു പ്രവൃത്തി തുടങ്ങുന്നതിനു മുമ്പും ഒരു ചെറിയ തപസ് ആവശ്യമാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. ഒരുപാട് കാര്യങ്ങൾ തുടങ്ങുന്നവരുമാണ് നമ്മൾ. ഇതിനെല്ലാം മുമ്പിൽ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ, പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു ചെറിയ തപസ്സിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. ഈശ്വരോന്മുഖമായ തപസ്സിലൂടെ ആർജിക്കുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഏറ്റെടുക്കുന്ന പദ്ധതികളെല്ലാം വിജയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വ്യാസഭഗവാൻ മഹാമേരു ശിഖരത്തിൽ അത്യുഗ്രമായ തപസ് ചെയ്തു, തൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട്. നാരദനിൽ നിന്ന് ഉപദേശരൂപേണ ശ്രവിച്ച വാഗ്ബീജമായ ഏകാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടും പരാശക്തിയായ മഹാമായയെ ധ്യാനിച്ചുകൊണ്ടും പുത്രകാമനായ ആ തപോനിധി അഗ്നിയുടെയും ഭൂമിയുടെയും വായുവിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ശക്തി ഒത്തുചേർന്ന പുത്രൻ തനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആഹാരം വെടിഞ്ഞ് മഹാദേവനെയും അതുപോലെ തന്നെ സദാശിവനെയും ആരാധിച്ചുകൊണ്ടും 100 സംവത്സരം തപസ് ചെയ്തു. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി, എങ്ങനത്തെ മകൻ വേണം? വെറുതെ ഒരു മകൻ ജനിച്ചാൽ പോരാ, ആ മകനെപ്പറ്റി
ചില കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച ഒരു മകൻ വേണം. നമുക്കും അങ്ങനെയാണ്. നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ടായാൽ ആ ആഗ്രഹത്തെപ്പറ്റി നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് യോജിക്കുന്ന രീതിയിൽ ആ ആഗ്രഹം സാധിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. ഇവിടെ വ്യാസഭഗവാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എത്ര ഉയർന്നവരാണെങ്കിലും എത്ര താഴ്ന്നവരാണെങ്കിലും, വാസ്തവത്തിൽ അങ്ങനെ ഉയർച്ച താഴ്ചകളില്ല, എങ്കിലും ഭാഷാപരമായിട്ട് ഇങ്ങനെ പറയുകയല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിലും മനുഷ്യൻ തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാസഭഗവാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെയാണ് ഇന്നും ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഈ കാലഘട്ടത്തിന് യോജിച്ചതു തന്നെയാണ് ഈ പുരാണ ഇതിഹാസ ശ്രവണങ്ങളും മനനങ്ങളും. അപ്പോൾ ഇവിടെ എന്താ അദ്ദേഹം ചെയ്തത്? പരാശക്തിയെയാണ് ഉപാസിക്കേണ്ടതെന്ന് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കി. പരാശക്തിയായ മഹാമായയെ ധ്യാനിച്ചുകൊണ്ടും പരാശക്തിയുടെ മന്ത്രം ജപിച്ചുകൊണ്ടും അദ്ദേഹം തപസ് ചെയ്തു. മകൻ്റെ ലക്ഷണമൊക്കെ പറയുന്നുണ്ട്. അഗ്നിയുടെയും ഭൂമിയുടെയും വായുവിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ശക്തി ഒത്തുചേർന്ന പുത്രൻ തനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആഹാരം വെടിഞ്ഞ് വേറൊന്നിലും ശ്രദ്ധയില്ല. ഒരു കാര്യം നമ്മളെ തീവ്രമായി ഗ്രസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഊണുമുറക്കവും ഉപേക്ഷിക്കും. അതൊരു മനുഷ്യ സഹജമായ സ്വഭാവമാണ്. തീവ്രമായിട്ടൊരാഗ്രഹം നമ്മളെ ഗ്രസിക്കണം. നമ്മുടെ മക്കളിലെല്ലാം നമ്മളിത് കാണാറുണ്ട്. ക്രിക്കറ്റ് കളി ഒക്കെ കാണുമ്പോൾ അർദ്ധരാത്രിക്കിരുന്ന് ലോക ഫുട്ബോൾ മാച്ചുകൾ കാണുമ്പോൾ അവർക്ക് ഉറക്കവുമില്ല, ആഹാരത്തിനോട് ആസക്തിയും ഇല്ല. അപ്പോൾ ഊണും ഉറക്കവും നമ്മളെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ താനേ ഇല്ലാതെയാകും. അതിനെ ബലാത്കാരമായിട്ടില്ലാതെയാക്കണ്ട. പിന്നെന്തിനാ ഇവിടെ പറഞ്ഞത് ആഹാരം പിടിഞ്ഞ് എന്ന്? അതിന് കാരണമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ തീവ്രതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ആഹാരം പിടിഞ്ഞ് എന്ന് പറഞ്ഞത്. സകല ജീവജാലങ്ങളും ആഹാരത്തെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. എല്ലാവരും, നമ്മൾ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും. സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ചെടിയുടെ വേര് അതിൻ്റെ ഇരിക്കുന്ന സ്ഥലം നോക്കി യാത്ര ചെയ്യും എന്ന്. ഒരു ചെടിയുടെ വേര് അതിന് ആവശ്യമായിട്ടുള്ള ആഹാരം തേടി യാത്ര ചെയ്യും എന്ന്. മനുഷ്യരാശി ഒരിടത്തുണ്ടായി. ആഫ്രിക്കൻ വൻകാടുകളിലാണ് മനുഷ്യരാശിയുടെ ആദ്യ ആവിർഭാവം എന്നാണ് ആന്ത്രപ്പോളജിസ്റ്റുകൾ പറയുന്നത്. അവിടെ നിന്ന് അവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറിയത് ആഹാരം തേടിയിട്ടാണ്. അതുകൊണ്ട് ജന്തു സഹജമായ പ്രാഥമിക വികാരമാണ് ആഹാരം. ആ ആഹാരം വെടിഞ്ഞ് തപസ്സു ചെയ്തു എന്ന് പറയുമ്പോൾ പുത്രനുണ്ടാകാനുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രതയെയാണ് അത് കാണിക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് തീവ്രമല്ലാത്ത ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഊടുമുറക്കവും ബലാത്കാരേണ ഉപേക്ഷിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ശരീരത്തിന് കോട്ടവും ഉണ്ടാകും. അതുകൊണ്ട് തീവ്രമായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ സംഭവിച്ചതാണ്, ചെയ്തതല്ല അത് ആഗ്രഹത്തിൻ്റെ തീവ്രതയെ കാണിക്കുന്നു. അങ്ങനെ അദ്ദേഹം മഹാദേവിയെ മാത്രമല്ല അദ്ദേഹം തപസ് ചെയ്തത്, പിന്നെ മഹാദേവിയുടെ ശക്തിയുണ്ടെങ്കിൽ ആ ശക്തിക്കൊരു ശക്തിമാനും ഉണ്ടാകും. അപ്പോൾ ആ ശക്തിമാനായിട്ടുള്ള ശിവൻ, ആ സദാശിവനെയും മഹാദേവനെയും ആരാധിച്ചുകൊണ്ട് 100 സംവത്സരം തപസ് ചെയ്തു. 1, 2, 3 ദിവസമല്ല, 100 സംവത്സരം. ആവർത്തനത്തിലൂടെയാണ് ഒരു കാര്യം കൃത്യമായി സംഭവിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന്
ആഹാരമുണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വിധി, റെസിപ്പി നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക. നമ്മളൊരിടത്ത് പോയി ആഹാരം കഴിച്ചു, വളരെ രുചികരമാണ് എന്ന് നമുക്ക് തോന്നി, നമുക്ക് ആ റെസിപ്പി വേണം എന്ന ആഗ്രഹം ഉണ്ടായി. അതുണ്ടാക്കിയ ആളോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചു. അവരൊരു മടിയും കൂടാതെ ആ റെസിപ്പി നമുക്ക് കുറിച്ച് തന്നു. അവർ ഉണ്ടാക്കിയ രീതി എങ്ങനെയാണ് എന്നും അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായിട്ട് പറഞ്ഞു. നമ്മൾ ആ റെസിപ്പി വീട്ടിൽ കൊണ്ടുവന്ന് അതിലെ ചേരുവകളെല്ലാം ഒരുക്കി അതിൽ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയാലും ആദ്യത്തെ ഉണ്ടാക്കലിൽ നാം കഴിച്ച ആ സ്വാദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുണ്ടാവുന്നത് വീണ്ടും 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 അതുണ്ടാക്കി കഴിയുമ്പോൾ മാത്രമാണ്. ആവർത്തനത്തിലൂടെയാണ് ഒരു കാര്യം സിദ്ധമാവുക. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് വിളിച്ചാൽ മതി ഈശ്വരനെ, ഈശ്വരൻ വരും. അപ്പോൾ എന്തിനാ ഈ 100 സംവത്സരം? ആ 100 സംവത്സരത്തിലാണ് ആ കൃത്യമായ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ആവർത്തനം വളരെ പ്രധാനമാണ് ഈശ്വരോന്മുഖമായിട്ടുള്ള കാര്യങ്ങളിൽ. അങ്ങനെ 100 സംവത്സരം തപസ് ചെയ്തു. ശക്തിയാണ് സർവത്ര പൂജിക്കപ്പെടുന്നത് എന്ന് വീണ്ടും വീണ്ടും ആലോചിച്ച് ലോകത്തെവിടെയും അശക്തൻ നിന്ദിക്കപ്പെടുന്നു, ശക്തനാകട്ടെ പൂജിക്കപ്പെടുന്നു എന്നും അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പലതും ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഈ മുഴുവൻ സമയത്തും അദ്ദേഹത്തിൻ്റെ ചിന്ത ആ ഈശ്വരനിൽ തന്നെ നിൽക്കുന്നു എന്നല്ല. ഇടയ്ക്ക് അദ്ദേഹം വേറെ കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്, ചിന്ത ഡൈവേർട്ട് ചെയ്തു പോകാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചിന്ത വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു മഹാവ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്ത ആ ഈശ്വരനെ കുറിച്ച് തന്നെ ആയിരുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം എന്താ ചിന്തിച്ചത്? ശക്തിയാണ് സർവത്ര പൂജിക്കപ്പെടുന്നത് എന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചു. പല 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 സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിൽ നിന്നെല്ലാം വീണ്ടും 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 അദ്ദേഹം ശക്തിയുടെ പ്രാധാന്യത്തിൻ്റെ നിഗമനത്തിൽ എത്തിച്ചേർന്നു. ലോകത്തെവിടെയും അശക്തൻ നിന്ദിക്കപ്പെടുന്നു. അശക്തോ നിന്ദ്യതേ ലോകേ ശക്തസ്തു പരിപൂജ്യതേ. ശക്തനാകട്ടെ പൂജിക്കപ്പെടുന്നു. വാസ്തവമാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ശക്തിയുള്ളവൻ എക്കാലത്തും പൂജിക്കപ്പെടുന്നു. ബുദ്ധിശക്തിയുള്ളവൻ പൂജിക്കപ്പെടുന്നു, ധനശക്തിയുള്ളവൻ പൂജിക്കപ്പെടുന്നു, കായശക്തിയുള്ളവൻ പൂജിക്കപ്പെടുന്നു, ജനശക്തിയുള്ളവൻ പൂജിക്കപ്പെടുന്നു. അപ്പോൾ പൂജ്യരായിട്ടുള്ളവരുടെ കാര്യമൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അവർ ശക്തരാണ് എന്ന്. അശക്തനോ? അവൻ നിന്ദിക്കപ്പെടുന്നു. ഏതു പർവ്വതശൃംഗത്തിലാണോ കർണികാരദ്രുമങ്ങൾ നിറഞ്ഞ അത്ഭുതവനമുള്ളത്, ദേവതകളെല്ലാം ക്രീഡിക്കുന്നത്, അത്യധികം തപസ്വികളായ മുനിമാരുള്ളത്, ആദിത്യന്മാരും വസുക്കളും രുദ്രന്മാരും മരുത്തുക്കളും അശ്വിനീദേവന്മാരും മുനിമാരും മറ്റു ബ്രഹ്മജ്ഞാനികളുമുള്ളത്, സംഗീതധ്വനിയാൽ സാന്ദ്രമായ ആ ഹേമഗിരിയുടെ ശൃംഗത്തിൽ ധർമാത്മാവും സത്യവതീസുതനുമായ വ്യാസൻ തപസ്സനുഷ്ഠിച്ചു. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അദ്ദേഹം തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്തിൻ്റെ മാഹാത്മ്യം പറയുകയാണ്. എവിടെ ഇരുന്നാണ് തപസ് ചെയ്തത്? വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ ഇരുന്നാണ് നിങ്ങൾ ഈശ്വരോന്മുഖമായ കാര്യങ്ങൾ ചെയ്യുന്നത്? അവധൂതന്മാരെ സംബന്ധിച്ചിടത്തോളം എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെയെല്ലാം സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതു തന്നെയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത 6-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, തപസ്സു ചെയ്യുവാൻ, ധ്യാനിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ശുദ്ധമായതായിരിക്കണം. എന്തിനാ അത് നിഷ്കർഷിച്ചത്? ശുദ്ധമായ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ദേഹത്തിനു മാത്രമേ ശുദ്ധി നിലനിർത്താൻ സാധിക്കുള്ളൂ. നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് ജപിക്കാനും ധ്യാനിക്കാനുമായിട്ട് വരികയാണ്. അഴുക്ക് നിറഞ്ഞൊരു സ്ഥലത്തിരുന്നാലോ ഈ കുളിച്ച് ശുദ്ധമായതിൻ്റെ ഗുണം മുഴുവനും പോകും. ആ സ്ഥലത്തെ അഴുക്ക് നമ്മളിലേക്ക് സംക്രമിക്കും. അതുകൊണ്ട് നമ്മൾ ഇരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും അതേപോലെ ശുദ്ധമായിരിക്കണം. തപസ്സിന്, ധ്യാനത്തിന് യോജിച്ച സ്ഥലം ആയിരിക്കണം.
നല്ല തപസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് കാലം കഴിഞ്ഞാൽ, ഒരുപാട് കാലത്തെ അഭ്യാസത്തിന് ശേഷം ഒരു പക്ഷേ എവിടെ ഇരുന്നാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ തുടക്കത്തിൽ അങ്ങനെയല്ല. അവിടെ ഇരിക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്ഥലം എങ്ങനെയുള്ളതാണ്? ഈ മഹാമേരുവിൻ്റെ ശിഖരത്തിലാണ് എന്ന് നേരത്തെ പറഞ്ഞു. ആ ശിഖരത്തെ ഒന്ന് വിശദീകരിക്കുകയാണ്. ഏത് പർവ്വത ശൃംഗത്തിലാണോ കർണികാര ദ്രുമങ്ങൾ നിറഞ്ഞ അത്ഭുത വനമുള്ളത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള പുഷ്പങ്ങൾ വിവിധ കാലങ്ങളിൽ വിടർന്ന് പരിമളം പൊഴിക്കുന്ന നല്ല സുഗന്ധത്തോടു കൂടിയ സ്ഥലം. ഇത് നമ്മൾ തപസ് ചെയ്യാനിരിക്കുകയാണ്. തപസ് ചെയ്യാനൊക്കെ ഇരുന്നു, കുറച്ചു നേരം കണ്ണൊക്കെ അടച്ചിരുന്ന് കഴിഞ്ഞപ്പം ഒരു ചത്ത എലി ചീഞ്ഞ മണം മൂക്കിലേക്ക് വരിക. തപസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ആ മണം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം എന്ത് വേണം? മണം നമുക്ക് അനുകൂലമാവണം. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ മുഴുവൻ നമുക്ക് അനുകൂലമാക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം നാം ജപതപാദികൾ ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്ഭുതവനമാണ്. എന്താ അത്ഭുതവനത്തിൻ്റെ പ്രത്യേകത? കർണികാരദ്രുമങ്ങൾ, വളരെ മനോഹരമായ സുഗന്ധ പുഷ്പങ്ങൾ ഉള്ള മരങ്ങൾ, അത് ഉള്ള വനമാണ് അത്. ദേവതകളെല്ലാം ക്രീഡിക്കുന്നത്, അത്യധികം തപസ്വികളായ മുനിമാരുള്ളത്, ആദിത്യന്മാരും വസുക്കളും രുദ്രന്മാരും മരുത്തുക്കളും അശ്വിനീദേവന്മാരും മുനിമാരും മറ്റു ബ്രഹ്മജ്ഞാനികളും ഉള്ളത്, സംഗീതധ്വനിയാൽ സാന്ദ്രമായ ആ ഹേമഗിരിയുടെ ശൃംഗത്തിൽ ധർമാത്മാവും സത്യവതീസുതനുമായ വ്യാസൻ തപസ്സനുഷ്ഠിച്ചു. ഈ മഹാമേരുവിന് സ്വർണ്ണ നിറാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹേമഗിരി എന്ന് പറയുന്നത്.